റിപ്പോർട്ടർ ബിഗ് പൊളിറ്റിക്കൽ ബ്രേക്കിംഗ്. പ്രതിപക്ഷത്തെ നയിക്കാൻ പിണറായി വിജയൻ തന്നെയെന്ന് സൂചന. സെക്രട്ടേറിയറ്റ് അംഗങ്ങളുടെ പൂർണ്ണ പിന്തുണ പിണറായിക്ക്. സജി ചെറിയാനും കെ.എൻ. ബാലഗോപാലും പി രാജീവും പിണറായി വിജയനെ പിന്തുണയ്ക്കുന്നു. നിയമസഭാ സമ്മേളനത്തിന് മുൻപ് പ്രഖ്യാപനമുണ്ടാകും. പിണറായിക്ക് താല്പര്യമില്ലെങ്കിൽ മാത്രം ഇക്കാര്യത്തിൽ മാറ്റമുണ്ടാകും. വിവരങ്ങളുമായി റഹീസ് റഷീദും ടി വി പ്രസാദും ചേരുകയാണ്. ആദ്യം റഹീസിലേക്കാണ്. റഹീസ്, പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകും എന്ന ചർച്ചകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന് പിന്തുണ അറിയിച്ചുകൊണ്ടുള്ള നേതാക്കളുടെ അഭിപ്രായ പ്രകടനം ഇന്ന് നേതൃയോഗത്തിൽ ഉണ്ടായിരിക്കുന്നുവോ? മധു, CPIM-ന്റെ ഏറ്റവും നിർണായകമായ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അടുത്ത കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ആര് എന്ന കാര്യത്തിൽ ഏതാണ്ടൊരു തീരുമാനമായതായാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിലവിലെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനായിരിക്കും LDF-നെ അടുത്ത നിയമസഭയിൽ നയിക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. സെക്രട്ടേറിയറ്റിൽ ഇത് സംബന്ധിച്ച ചർച്ചകൾ വന്നപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം പിണറായി തന്നെ പ്രതിപക്ഷ നേതാവാകട്ടെ എന്ന നിലപാടെടുത്തതായാണ് മനസ്സിലാക്കുന്നത്. MV ഗോവിന്ദൻ ചർച്ചകൾക്ക് തുടക്കമിട്ടു. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് തുടക്കമിട്ടപ്പോഴും പിണറായിയെ പിന്തുണച്ചു. പിന്നീട് സംസാരിച്ച പിണറായി അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവാകാൻ ഏറ്റവും അധികം സാധ്യത കൽപ്പിച്ചിരുന്ന കേന്ദ്ര കമ്മിറ്റി അംഗം കെ.എൻ. ബാലഗോപാലും പിണറായി വിജയന് പിന്തുണയുമായി രംഗത്ത് വന്നു എന്ന് മനസ്സിലാക്കുന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉള്ള വിജയിച്ച മറ്റ് രണ്ട് ആളുകളായ സജി ചെറിയാനും PM മുഹമ്മദ് റിയാസും പിണറായിക്ക് പൂർണ്ണമായ പിന്തുണ നൽകുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ പിണറായി വിജയനായിരിക്കും അടുത്ത പ്രതിപക്ഷ നേതാവ് എന്ന കാര്യത്തിൽ ഏറെക്കുറെ ഉറപ്പിക്കാം. ഇനി അതിൽ മാറ്റം വരാൻ ഒരേ ഒരു സാധ്യത മാത്രമേ ഉള്ളൂ. പിണറായി വിജയൻ തന്നെ ഞാൻ ആ പദവിയിലേക്കില്ല, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, തിരഞ്ഞെടുപ്പിൽ വലിയ പരാജയം നേരിട്ടു, അതുകൊണ്ട് ധാർമ്മികമായ ഉത്തരവാദിത്വം കൂടി ഏറ്റെടുത്ത് ആ പദവിയിൽ നിന്ന് മാറുകയാണ് എന്ന് പിണറായി വിജയൻ പറയുകയാണെങ്കിൽ മാത്രമായിരിക്കും അതിലൊരു മാറ്റം വരിക. നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഏതാണ്ട് 3 മണി മുതൽ പിണറായി വിജയന്റെ ഊഴമാണ്. അദ്ദേഹം സംസാരിക്കുകയാണ്. ആ സംസാരത്തിൽ പ്രതിപക്ഷ നേതാവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ചർച്ചകൾക്ക് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള നിലപാടുകൾ കൂടി പറയും എന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ പ്രസാദ്, നോക്കൂ, പ്രതിപക്ഷ നേതാവായില്ല എങ്കിൽ പിണറായി വിജയൻ ഒരു സാധാരണ MLA ആയി സഭയിൽ ഉണ്ടാകേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകും. മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിന്റെ മുഴുവൻ ഉത്തരവാദിത്തങ്ങളും മുന്നണി നേതൃയോഗം ചേർന്ന് പിണറായി വിജയനിലാണ് നിക്ഷിപ്തമാക്കിയത്. മാത്രമല്ല, പ്രചാരണം മുഴുവൻ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെല്ലാം പിണറായി വിജയൻ എന്നൊരൊറ്റ ആളിൽ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു. ആ പിണറായി വിജയൻ MLA സ്ഥാനം രാജിവെക്കണം, തെരഞ്ഞെടുപ്പിന്റെ പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് എന്നാണ് പ്രതിപക്ഷ MLA മാർ KK രമ അടക്കം ഉന്നയിച്ചിരിക്കുന്നത്.